എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. കരച്ചിൽ നാടകം ഇറക്കി ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാനായിരുന്നു പുള്ളിക്കാരിയുടെ ശ്രമം. അതെങ്ങനെ മനസ്സിലായി? പക്ഷെ അത് നൈസായിട്ട് പാളി. ആൾക്കാരെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. കൊറേയൊക്കെ പറ്റിക്കാൻ വേണ്ടി അവര് നിന്ന് തരും. പക്ഷെ ഒരു പരിധി വിട്ടാൽ പണി വാളും. അതെന്നെ എവിടെയും സംഭവിക്കും. അപ്പൊ എന്റെ ചെറിയ ബുദ്ധിയില് ഇതേ തോന്നിയുള്ളൂ. ഇത്തവണ രേണുവിന്റെ കരച്ചിൽ നാടകം അത്രക്ക് അങ്ങോട്ട് ഏറ്റില്ല. അതോടെ രേണു ചേച്ചി എന്താക്കി, ഒറ്റയടിക്ക് അങ്ങോട്ട് പ്ലേറ്റ് മറിച്ചിട്ട്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോണ്ട് ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. നശിച്ച് നാണം കെട്ട് നാറി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാണ്ടായിട്ടും വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചല്ലോ. തൊലിക്കട്ടി വേണം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇതുപോലൊരു ഊളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? നിങ്ങക്ക് നാണാവില്ലേ? ഇങ്ങനെയൊരു ജന്മം. നിമിഷ നേരം കൊണ്ടാണല്ലേ ചേച്ചി ഗീറ് മാറ്റിയത്. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. തേങ്ങാ കൊലയാ. ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. വാസ്തവത്തിൽ ഈ പെൺകുട്ടിക്ക് വല്ല മാറാവ്യാധിയോ ഭ്രാന്തോ അല്ലറ ചില്ലറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അതാണ് ഞാൻ പറഞ്ഞത്, ചേച്ചിക്ക് ബാധ കയറി. അന്യനും അമ്പിയും ഒക്കെ ചേച്ചി ഇങ്ങനെ പകർന്നാടുകയാണ്. എവിടുന്ന് കിട്ടിയടേ ഇതിന്? സാറേ, അതൊരു വലിയ കഥയാ. ഒന്ന് പോടേ. നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത്. നിനക്കൊക്കെ തുണി ഉരിഞ്ഞാലേ പൈസ കിട്ടുള്ളൂ, നീയൊക്കെ അങ്ങനെ ജീവിച്ചോന്നേ ആര് തർക്കിക്കുന്നു? പക്ഷെ പബ്ലിക്കില് നീ കുണിച്ചാട്ടന്റെ മറ്റതാണെന്ന് നീ പറയണ്ടെന്ന് ആ കുട്ടി പറയാതെ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. പറയിപ്പിക്കണമെങ്കിൽ എന്നെ ഇത് പറയിപ്പിക്കാം. അവൻ പറയണോന്നാണ് ഞാൻ വിചാരിച്ചത്, അല്ല ഞാൻ പറയിപ്പിക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? ഈ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അത് ഡൗൺ ആയി, അത് വയ്യാണ്ടായത് കൊണ്ട് അതിനെ പോയി ഒന്ന് ചേർത്ത് പിടിച്ചു. മനസ്സിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. നീ അവന്റെ അമ്മ അല്ല, അതൊരു വലിയ സത്യ. ഒന്ന് തെളിച്ചു പറയണേ. നീ അവന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ തുണി അഴിച്ച് കാണിച്ചാൽ എന്റെ കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ അപമാനിതനാകൂന്നുള്ള ബോധം നിനക്ക് ഉണ്ടാവൂടി. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ശരിക്കും തന്നല്ലേ? ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.